സോ എല്ലാവർക്കും ഡിബ്രോസിൻ്റെ മറ്റു വീഡിയോയിൽ സംശയം വരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചില ചില മൂവീസൊക്കെ ഉണ്ടല്ലോ, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ വൻ വിജയവും വൻ ഒരു 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 തിയേറ്ററിൽ പോയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നൽകുന്ന ചില മൂവീസ് ഉണ്ട്. സോ അതുപോലൊരു തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിലും അല്ല OTT കണ്ടപ്പോൾ പോലും അത്രത്തോളം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മൂവിയാണ് നമ്മളെ പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യം എന്ന് പറയുന്ന ഒരു മൂവി. സോ ആ ഒരു മൂവി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ മറ്റൊരു അൺഎക്സ്പെക്റ്റഡ് ടീസർ എന്താണെന്നൊന്നും അറിഞ്ഞോ, മലയാളം ടീസർ. എന്താ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്? ഡൈസ് ഇറായി ഇറ എന്നാണ് മലയാളത്തിൽ വായിക്കുമ്പോൾ. ഇറ അത് തന്നെ, അത് മതി. സോ എന്തായാലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ ടീസർ പ്രണവ് മോഹൻലാലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സിനിമ ടീസറാണോ എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് എ ടീസർ. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് റിയാക്ട് ചെയ്തു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചാൽ പൗരത്തിന് കുറച്ച് കിട്ടും പണ്ടാരം. എനിക്ക് പൂർണ്ണമായിട്ട് പ്രേതത്തിന്റെ ഇത് ഭയങ്കര പേടിയാണ്. അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൊക്കെ പണ്ടാരം പേടിപ്പിച്ച് കൊല്ലുമെന്നാണ് തോന്നണത്. എല്ലാത്തിനും സാക്ഷിയായി അതെന്നാ മുറിയിലുണ്ടായിരിക്കണം. എന്ത് ഷോട്ടുകളോ! അതെന്താണ്, എന്തിനു നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ അറിയണമെന്നില്ലേ, ഇതൊക്കെ തുടങ്ങിയ സ്ഥലത്തിന് നമ്മളെത്തണം. പ്രേതമെല്ലാം വരുമോ? എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിനകത്ത് കാണാൻ വേണ്ടി. അല്ലേ ആരെ ബാക്കിൽ ഒന്നുമില്ലായിരുന്ന പണ്ടത് എനിക്ക് ഭയങ്കര പേടിയാണ്. റിയൽ ലൈഫിൽ എനിക്ക് ഗോസ്റ്റ് ചെയ്യാനൊന്നും പേടിയില്ല, പക്ഷെ ഇങ്ങനെ TV കാണാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ കൊണ്ട് വരത്തില്ലേ? അയ്യോ, ഇവിടെ എന്തൊരു അൺഎക്സ്പെക്റ്റഡ് സാധനമുള്ള. ഞാൻ വിചാരിച്ചു മറ്റേ പണ്ടത്തെ മറ്റേ ആദ്യമൊക്കെ പോലെ ഒരു വിഷയം. ഇത് ബ്രഹ്മയുഗത്തിൻ്റെ ടീമാണ്. ഈ പടം കാണത്തില്ല ഞാൻ, വേറെ ഒന്നുമില്ല, എന്നെ കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ബ്രഹ്മയുഗം തന്നെ ഞാൻ എങ്ങനെ ഇരുന്ന് കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പകുതി കണ്ണൊക്കെ ഇങ്ങനെ ഇരുന്നാണ് ഞാൻ പണ്ട് പണ്ട് മറ്റേ സിനിമയെ കാണുമ്പോൾ മറ്റേ പണ്ടിരിക്കണതും ഇങ്ങനെ കൈയും വെച്ചിട്ട് രണ്ട് കണ്ണിങ്ങനെ നോക്കും, ഇങ്ങനെ ഇരുന്നാണ് സിനിമ കാണുന്നത്. സോ ബ്രഹ്മയുഗം തന്നെ ഞാൻ കണ്ടു തീർത്തെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ ഇങ്ങനെ തന്നെയാണ് ഇരുന്നത്. സംഭവം എനിക്ക് കണ്ടു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയത്. സോ എന്നാലും ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. എനിക്ക് നമ്മൾ ഞെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംസാരിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ആക്ച്വലി എനിക്ക് സംഭവം സിനിമാറ്റോഗ്രഫി പീക്ക്, മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻറ്റൻസ് ഉണ്ടല്ലോ അവർ തരണത്, അത് പീക്ക്. സംഭവം പൊളപ്പ സാധനം, ഒരു ഹോളിവുഡ് ടച്ച് പോലെ ഫീൽ ചെയ്തത്. ആ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും, പിന്നെ മറ്റേ ഫ്രെയിം, ഇപ്പം മറ്റേ ലോക സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടു കാണിക്കുമല്ലോ, ഏകദേശം ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിമുണ്ട്. സോ അതെനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് ഇത് പിടിക്കണമെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും ടീസർ വാസ് ഒരു രക്ഷയില്ല, കിടിലൻ സാധനം. സോ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ടീസറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടം ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.